നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. മമ്മൂട്ടി വരുന്നു. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള മമ്മൂട്ടിയുടെ വാർത്ത ആൻഡോ ജോസഫ് പുറത്തുവിട്ട ദിവസം മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ഓളം സൃഷ്ടിച്ചായിരുന്നു. അത് സിനിമാക്കാർ മാത്രമല്ല, സാധാരണ ജനങ്ങളും എല്ലാവരും, രാഷ്ട്രീയ സാമൂഹ്യ ഇതിൽപ്പെട്ട എല്ലാവരും ഒന്നടങ്കം സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. എന്നാലും ഒരു ചോദ്യം എല്ലാവരുടെയും മുമ്പിലുണ്ട്. പൂർണ്ണ ആരോഗ്യവാനായി, അതിൽ വളരെ സന്തോഷം. ഇനി എന്നാണ് ഇദ്ദേഹം ഷൂട്ടിങ്ങിന് വരുന്നത്? ഷൂട്ടിങ്, സിനിമ ഇല്ലാത്തൊരു ജീവിതം മമ്മൂട്ടി വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് നമുക്കറിയാം. സിനിമ ഷൂട്ടിംഗ് ഇല്ലാതൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നാലേ പുള്ളി ലൈവ് ആകത്തുള്ളൂ നമുക്ക് എപ്പോഴും. അന്നേരം എന്നാണ് തിരിച്ചെത്തുന്നത്? അന്നേരം അതിന് ഏകദേശം ഒരു 99% ഒരു ഉത്തരവായിട്ടുണ്ട്. മഹേഷ് നാരായൺ ചിത്രത്തിൽ എന്തായാലും മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം മഹേഷ് നാരായൺ ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യും. അതിൻ്റെ ഷെഡ്യൂൾ മിക്കവാറും യു കെയിലായിരിക്കാനാണ് ചാൻസ്. ഇനി മറ്റൊരു എക്സ്ക്ലൂസീവ് കാര്യം, ഇതിൻ്റെ ടീസർ ഒക്ടോബർ ആദ്യ ആഴ്ച, മഹേഷ് നാരായൺ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൻ്റെ ടീസറും ഒക്ടോബർ ആദ്യ ആഴ്ച വരും. ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ, നയൻതാര, ഇങ്ങനെ വലിയ കോമ്പിനേഷൻ സീനും ടെക്നിക്കൽ പെർഫെക്ഷനും ഒക്കെ ഉള്ള സുഷീൻ ശ്യാമായിരിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അന്നേരം എല്ലാവരും വരുന്നൊരു മഹേഷ് നാരായൺ ചിത്രമാണ്. അന്നേരം മമ്മൂട്ടിയുടെ ലോഞ്ച് ഇനി അധികം വൈകില്ല. ഒക്ടോബർ ആദ്യം തന്നെ മഹേഷ് നാരായൺ ചിത്രം യു കെയിൽ ഷൂട്ടിംഗ് ഉണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഇപ്പം മമ്മൂട്ടി കമ്പനി ഇറക്കിക്കുന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് ഉണ്ട്. മമ്മൂട്ടി ഗ്ലാസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നൊരു, പക്ഷെ അത് ബിലാലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ടെർബോയുടെ ഷൂട്ടിങ്ങിന് മുമ്പേ ഒരു പ്രൊമോഷനായിട്ട് എടുത്ത വീഡിയോ ആണ്. അതാണ് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ ഇട്ടേക്കുന്നത്. മമ്മൂട്ടി വെയിറ്റിംഗ് ഓവർ മമ്മൂട്ടി വരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടി വരുന്ന സമയമല്ല ഇതാണ്. നല്ല നല്ല ഗംഭീര പ്രൊജക്റ്റുകളുണ്ട്. പലരുടെയും കൊമേഴ്സ്യലി മമ്മൂട്ടി പല കാര്യങ്ങളും 100 കോടി അച്ചീവ് ചെയ്യുന്നതിനെല്ലാം മറുപടി ഒരു പക്ഷേ 2026 എന്ന് പറയുന്ന വർഷം കണക്ക് തീർക്കുമെന്നുള്ള രീതിയിൽ ഉറപ്പിക്കാം. കാരണം അതുപോലുള്ള പ്രൊജക്റ്റുകൾ റെഡിയാണ്. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കോടികൾ മഹാനടന്മാർക്കോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾക്കോ മാത്രം അവകാശപ്പെട്ടതല്ല കോടികൾ എന്നുള്ളത് ഉള്ളത് തെളിയിച്ച പടമാണ് കല്യാണി പ്രിയദർശൻ്റെ ലോക. അന്നേരം പ്രതീക്ഷിക്കാം. എല്ലാം കൊണ്ടും ഗംഭീര തിരിച്ചുവരവ്, രാജാവിൻ്റെ തിരിച്ചുവരവിനായി.